ഈ ഭരണം കൊണ്ട് ഉണ്ടായ നഷ്ടമാണ്. ഈ 14 പേരുടെ ജീവിതമാണ് ഇല്ലാണ്ടായിരിക്കുന്നത്. നെന്മാറ വികസിച്ചിട്ടൊന്നും പറയേ വേണ്ട. ഇപ്പം മൊത്തം വികസിച്ച 5 മണി കഴിഞ്ഞാൽ നെന്മാറ മൊത്തം ബ്ലോക്കാ. വികസിച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് റോഡ് വികസിച്ചു. അത് തമിഴ്നാടാ, ഇത് കേരളത്തിലൊന്നും ഒരു പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ടി വിയിലെങ്ങനെ കണ്ടാൽ എൻ്റെ തല്ലിക്കൊല്ലും ഇവിടെ ആൾക്കാർ. നമസ്കാരം. മറുനാടൻ്റെ ഇലക്ഷൻ സർവേ നെന്മാറ നിയോജക മണ്ഡലത്തിൽ എത്തിയിരിക്കുകയാണ്. നെന്മാറയിൽ നിലവിൽ CPM-ൻ്റെ MLA ആണുള്ളത്. വികസന പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എന്തെങ്കിലുമൊക്കെ ഇനി ആവശ്യമുണ്ടോ, വരാനുണ്ടോ, അതോ എല്ലാത്തിനും തൃപ്തനാണോ? എല്ലാ കാര്യത്തിലും തൃപ്തനാണോ എന്ന് ചോദിച്ചാൽ അല്ല. ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സാധാരണക്കാർക്ക് വേണ്ടി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. ഇല്ലാത്ത സാധനത്തിന് വില കൂട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പോൾ പെട്രോളാണേലും ഗ്യാസ് ആണെങ്കിലും ഇല്ലെങ്കിൽ അത് വില കൂട്ടിയിട്ട് എന്താ കാര്യം? സാധാരണക്കാരനത് ഇവരെ കൊള്ളയടിക്കുകയല്ലേ ഇവർ ചെയ്യുന്നത്. അതിനൊന്നും പ്രതികരിക്കാൻ ഈ നാട്ടിലെ സാധാരണക്കാരെ കൊണ്ട് സാധിക്കുന്നില്ല. പക്ഷേ ഇവരെന്തിനാണ് ഈ വില കൂട്ടണം? ഇല്ലാത്ത സാധനത്തിന് വില കൂട്ടിയിട്ട് ഗ്യാസിനും പെട്രോളിനും ഇല്ലെങ്കിൽ അത് ഇല്ലാന്നും പറഞ്ഞ് ഉണ്ടായിരുന്നാൽ പോരെ. ഇതിന് വില കൂട്ടിയിട്ട് ഇവരെന്ത് ചെയ്യണം? അപ്പോൾ സർക്കാരും ജനങ്ങളെ കബളിപ്പിക്കുകയല്ലേ ചെയ്യണത്. ചേട്ടൻ വോട്ട് ചെയ്യാൻ നേരത്തെ എന്തൊക്കെ നോക്കിയായിരിക്കും വോട്ട് ചെയ്യുക? അത് ആരെ വികസനം കൊണ്ടുവരുന്ന അവർക്ക് ചെയ്യാലോ. നിലവിൽ എന്തെങ്കിലും വികസനം ഇവിടെ ഉണ്ടോ? വികസനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. ഇനി ഇവിടത്തേക്ക് എന്താണ് ആവശ്യമുള്ളത്? നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിപ്പോൾ നമ്മളിവിടെ ഉള്ളത് കൊണ്ട് ഒരു മണ്ഡലമല്ലേ, മൊത്തം അറിയില്ല. അവിടെ അവർക്ക് വേണ്ടത് അവർ പറഞ്ഞിട്ടുണ്ടാവും. നമുക്കിപ്പോൾ ഒന്നും കാണാനില്ല. ഇനിയും വരാനുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ വരാൻ. അതൊക്കെ നോക്കിയിട്ടായിരിക്കും വോട്ട് ചെയ്യുക. പാലക്കാട് ജില്ലയില് ഈ ഹെവി ഡ്രൈവർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തിയാണ്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ മാത്രം 14 വേക്കൻസി ഉണ്ടായിരുന്നു. അത് PSCക്ക് റിപ്പോർട്ട് ചെയ്യാതെ 2 വർഷമായി പിടിച്ചു വെച്ചിരിക്കുകയാണ്. സർക്കാരിന്റെ ഓർഡർ ഉണ്ട് എന്നാണ് DM ഓഫീസിൽ നിന്ന് വിവരം ലഭിച്ചത്. അപ്പോൾ ഈ ഏജ് ഓവറായ ആൾക്കാരുള്ള ലിസ്റ്റാണ്. സമയത്തിന് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ 14 പേർക്ക് ജോലി കിട്ടുമായിരുന്നു. ഇപ്പോൾ ലിസ്റ്റ് എക്സ്പയർ ആയി. അപ്പോൾ ഈ ഭരണം കൊണ്ട് ഉണ്ടായ നഷ്ടമാണ്. ഈ 14 പേരുടെ ജീവിതമാണ് ഇല്ലാണ്ടായിരിക്കുന്നത്. അതാണ് പറയാനുള്ളത്. ഈ PSC ഉദ്യോഗസ്ഥരെ ഉള്ള ഒഴിവ് PSCക്ക് റിപ്പോർട്ട് ചെയ്യണം. ഇല്ലാത്ത ഒഴിവൊന്നും വേണ്ട, ഉള്ള ഒഴിവ് തരായിരുന്നു. അതുപോലും തന്നിട്ടില്ല. അതേ പറയാനുള്ളത്. മടുത്ത്. ചേട്ടാ, എങ്ങനെയുണ്ട് നെന്മാറയിൽ രാഷ്ട്രീയ ചൂട്, തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ? എന്തൊക്കെ വികസനങ്ങളാണ് നമുക്ക് ഇനി ഇവിടെ ആവശ്യം? റോഡൊന്ന് വികസിപ്പിക്കണം. തിരക്ക് ജാസ്തിയാണല്ലോ. പിന്നെ തമിഴ്നാട് ടു കേരള മെയിൻ റോഡാണല്ലോ. അതിൻ്റെ തിരക്ക് ജാസ്തി ആയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് ജനങ്ങൾക്ക്. ട്രാഫിക്ക് തന്നെ. ട്രഷറി മറയില്ലല്ലോ. പിന്നെ ഒരു ഫയർ സ്റ്റേഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. കൊല്ലംകോടുണ്ട്. കൊല്ലംകോടുള്ള കുഴപ്പമില്ല. നമ്മളുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇത് നീങ്ങൽ. അതെ. നെന്മാറ വികസിച്ചിട്ടൊന്നും പറയേ വേണ്ട. ഇപ്പം മൊത്തം വികസിച്ച 5 മണി കഴിഞ്ഞാൽ നെന്മാറ മൊത്തം ബ്ലോക്കാ. വികസിച്ച് റോഡിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. അത്രയ്ക്കുള്ള വികസനമാണ് ഇപ്പം. റോഡിന് വീതിയില്ല. വീതി ഇല്ലല്ലോ. 50 വർഷം മുന്നുള്ള വീതി തന്നെ ഇപ്പോഴും. എന്തുകൊണ്ടാണ് ഇത് ഏറ്റെടുക്കാത്ത? ഈ സ്ഥലം ഇപ്പോൾ കേന്ദ്രം ഏറ്റെടുത്ത് പറയലാണ്ട് കേന്ദ്രം ഏറ്റെടുത്തൊന്നും നടപ്പിലാക്കിയിട്ടില്ല. ഇവിടുന്ന് പൊള്ളാച്ചിയിൽ നിന്ന് ഒരു ഗോവിന്ദനം വരെ അതിൻ്റെ അപ്പുറത്തേക്ക് റോഡ് വികസിച്ചു. അത് തമിഴ്നാടാ, ഇത് കേരളത്തിലൊന്നും ഒരു പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം എല്ലാം അങ്ങനെയല്ലേ. PWD മിനിസ്റ്റർ പറയുന്നത് അവരാണ് റോഡ് വികസനം നടത്തുന്നത്. വികസിച്ചിട്ട് അവർ വികസിച്ചു. അവർ നന്നായിട്ട് വികസിച്ചിട്ടുണ്ട്. ഇപ്പം ഫോണിൽ TV വിയിലെങ്ങനെ കണ്ടാൽ എൻ്റെ തല്ലിക്കൊല്ലും ഇവിടെ ആൾക്കാർ. അതാണ്. അവർ വികസിക്കണവരെല്ലാം വികസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ സ്വന്തമായിട്ട് വികസിക്കുകയാണ്. പേടിച്ചിട്ട് പോയി. അപ്പോൾ റോഡ് വികസിക്കുന്നില്ല, റോഡ് ചുരുങ്ങിക്കൊണ്ടിരിക്കും. സംശയം ഉണ്ടാക്കരുത്. നിങ്ങൾ ഞാനിവിടെ വന്നിട്ട് 50 വർഷത്തോളമായി. ഈ 50 വർഷം അന്നുള്ള റോഡാണിത്. വണ്ടികൾ 500 ഇരട്ടിയായിട്ടുണ്ടാവും.
അന്ന് എണ്ണപ്പെട്ട 2-3 ബസ് ഓടിയിട്ടുള്ളൂ. ഇന്നിപ്പോൾ ബസ് ഓടിയതിനും മറ്റേ പ്രൈവറ്റ് വണ്ടിക്കും കണക്കില്ല. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾ ഗോവിന്ദാരത്തെ അപ്പുറത്തേക്ക് നോക്കുക, റോഡ് വികസിച്ച് കിടക്കുന്നുണ്ട്. അതും കൂടി മുട്ടിച്ചാൽ മതി മംഗലം ഭാഗത്തേക്ക്. ഇവിടെ മൊത്തം നെന്മാറ, നിങ്ങൾ ഇവിടെ കാണുന്ന നെന്മാറ മൊത്തം ബ്ലോക്കാണ്. ടൗണിലേക്ക് ചെല്ലുമ്പം മൊത്തം ബ്ലോക്കാണ്. കൊല്ലങ്കോട്, കൊടുവായൂർ. റോഡ് മാറ്റി നിർത്തിയാൽ മറ്റെന്തൊക്കെയാണ് നമുക്ക് ആവശ്യം? ഒരു ആവശ്യം നമുക്ക് വ്യക്തിപരമായിട്ടൊന്നും ഒരു തരണ്ട. നാട് നന്നായാൽ മതി, നമുക്കൊന്നും വേണ്ട. നമ്മൾ പണിയെടുത്ത് ജീവിച്ചോളാം. നന്നാക്കാൻ വന്നവരൊന്നും നന്നാക്കുന്നില്ല. അവർ വന്നതുകൊണ്ട് ഏത് പാർട്ടിക്കാരും ഒരു പാർട്ടിക്കാരും താഴെ പോകണില്ല, നന്നായിക്കൊണ്ടിരിക്കുകയാണ്. മത്സരിക്കുന്ന സമയത്ത് ആസ്തി ആയിരിക്കത്തില്ല അവർ അതിനുശേഷം. സംശയം ഉണ്ടാക്കുക, അത് കണ്ടാൽ നമുക്കറിയില്ലേ. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അത് എല്ലാ പാർട്ടിക്കാരും എല്ലാ സ്ഥലത്തും എവിടെയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ പേപ്പറിൽ കാണാനല്ല അവരുടെ സമുദായം കോടീശ്വരന്മാരാണ്. ആരാ മോശക്കാർ? ബിനാമി ഇടപാടുണ്ട്, നടക്കും. ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും നെന്മാറയിൽ വോട്ട് രേഖപ്പെടുത്തുക എന്നാണ് അദ്ദേഹം വ്യക്തമാക്കി. ശരിയാണ്, ഈ ഇവിടെ വികസനമൊന്നും കാണുന്നില്ല. ഈ മത്സരിച്ച് ജയിച്ചു വരുന്നവരുടെ ആസ്തി വികസിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.